കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഞാനീ മറ്റേ അധ്യാത്മരാമായണത്തിൽ ഭഗവാൻ പറയൂലോ, സീതയോടെ രാവണൻ വരും, അപ്പം മായാസീതയായിട്ട് നിൽക്കും, എന്നിട്ട് അഗ്നിയിൽ ഒരു കൊല്ലം അഗ്നിയിൽ മറഞ്ഞിരിക്കുമെന്ന് പറയൂലോ. ആ ഭാഗം, ആ കുറച്ച് ഭാഗം ഞാൻ വായിക്കാം. എത്ര അത്ഭുതമാവുമല്ലേ മലയാളത്തിൽ ഇങ്ങനെ എന്തൊരു ഭംഗിയായിട്ട് എഴുതിയിരിക്കണു. എനിക്കിതിൻ്റെ കൂടെ തന്നെ ശരിക്കും എല്ലപ്പോഴും ഇങ്ങനെ എഴുത്തച്ഛൻ്റെ വായിക്കണമെന്ന് തോന്നും. പക്ഷെ അതെല്ലാവരും വായിക്കണതല്ലേ, അതുകൊണ്ട് പിന്നെ ഞാനെന്തിനാ അത് പിന്നെയും വായിക്കണമെന്ന് വിചാരിച്ച് വായിക്കാതിരിക്കണം. രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ഏകാന്തേ കേൾനീ, രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതീനിപ്പോൾ ഭിക്ഷുരൂപേണ വരൂ മന്തികേ ജനകജേ. നീയൊരു കാര്യം വേണമതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ, ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം. ആശ്രയാശങ്കലോരാണ്ടിരുന്നിടേണം, ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മാരീചൻ വന്നു. മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ, ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു, മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിന്നു, വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ, യാതുധാനന്മാരുണ്ടു കാനനം തന്നീലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ, ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായൊരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം. എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം, നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. അമ്പെയ്തു എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്താട്ടോ. നന്നായി പിന്നെ പൊന്മാനും അതു കൊണ്ടു ഭൂമിയിൽ വീണ നേരം, വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. അമ്പ് കൊണ്ടപ്പോൾ ഈ പൊന്മാനല്ലാണ്ട് ഈ മാരീചൻ തന്നെയായി. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാൻ. അയ്യോ പാപം! എങ്ങനെയാ കരഞ്ഞ്? ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാ ഹാ മേ വിധിബലം പാഹിമം ദയാനിധേ. ശ്രീരാമൻ കരയണതായിട്ടാണ്
കരഞ്ഞു പറഞ്ഞത് ആരെ മാരീചൻ സീതയെ പറ്റിക്കാനേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അവിടെ നിർത്താൻ ഞാൻ നമുക്കറിയൊക്കെ ചെയ്യാം, ഞാൻ അതിൻ്റെ ഒരു ഭംഗി കണ്ട് വായിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിർത്തിയത് ആരണ്യകാന്ഡം 7-ാം സർഗത്തിലെ 7-ാമത്തെ ശ്ലോകം കഴിഞ്ഞാണ് നിർത്തിയത് നമ്മളെ. അതായത് ശ്രീരാമനോട് എനിക്ക് ഈ കനകമുഖത്തിനെ നോക്കൂ, എന്ത് ഭംഗിയാണ്, ആശ്ചര്യമായിരിക്കണു, രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചും അങ്ങനെ കുളമ്പും കൊമ്പുമൊക്കെ രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ച വെള്ളിപ്പുള്ളികളോട് കൂടിയ ഇതിനെ ഒന്ന് എനിക്ക് കൊണ്ടുവന്ന് പിടിച്ചു തരുമോ, എനിക്ക് കളിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് വില്ലും പമ്പും ധരിച്ച് പോവാൻ ഭാവിച്ചിട്ട് രാമൻ ലക്ഷ്മണനോട് സീതയെ കാക്കണമെന്ന് ലക്ഷ്മണനോട് പറഞ്ഞു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ കണ്ടു. അപ്പോൾ നമുക്ക് 8ലേക്ക് പോവാം. രക്ഷ ത്വമതിയത്നേന സീതാമ്മൽ പ്രാണവല്ലഭം മായിന സന്ധി വിപിനേ രാക്ഷസാ ഘോരദർശനാഹ. മമ പ്രാണവല്ലഭം സീതാം, എൻ്റെ പ്രാണവല്ലഭയായിട്ടുള്ള സീതയെ അതിയത്നേനാത്വം രക്ഷ, നീ നല്ലോണം സൂക്ഷിച്ച് രക്ഷിക്കണേ. വിപിനെ, ഈ കാട്ടിൽ മായിനഹ, ധാരാളം മായാവികളും ഘോരദർശനാഹ രാക്ഷസാസന്ധി, ഭയങ്കര രൂപമുള്ള രാക്ഷസന്മാരും നിറച്ചുണ്ട് ഈ കാട്ടിൽ. അപ്പം ഞാൻ അതിനെ പിടിക്കാൻ പോകുമ്പോൾ നീ സീതയെ നല്ലോണം നോക്കണേ എന്ന് പറഞ്ഞു. രക്ഷ ത്വമതിയത്നേന സീതാമ്മൽ പ്രാണവല്ലഭം മായിന സന്ധി വിപിനേ രാക്ഷസാ ഘോരദർശനാഹ. 9. അതോത്രാവഹിത സാധ്വീം രക്ഷ സീതാമനിന്ദിതാം ലക്ഷ്മണോ രാമമാഹേദം ദേവായം മൃഗരൂപധൃക് മാരീചോത്ര ന സന്ദേഹ ഏവം ഭൂതോ മൃഗക്കുത. അത്ര അവഹിത, അതുകൊണ്ട് ഈ കാര്യത്തിൽ വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല ആർക്ക്, ലക്ഷ്മണനെ. അനിന്ദിതാം സാധ്വീം സീതാം രക്ഷ, അനിന്ദിതാം ചെന്ത, യാതൊരു കളങ്കമില്ലാത്തവളും സാധ്വിയുമായ സീതയെ രക്ഷിച്ചാലും ലക്ഷ്മണ രാമം ഇതം ആഹ, ലക്ഷ്മണൻ രാമനോട് ഇപ്രകാരം പറഞ്ഞു. അതായത് ഒരു കളങ്കവുമില്ലാത്ത സീത നീ കാത്തു രക്ഷിക്കണേ, ഇത് മാരീചൻ തന്നെയാണെന്ന് അറിയേ. ദേവ അയം മൃഗരൂപധൃക് മാരീച, ഹേ ഇത് മൃഗരൂപം ധരിച്ച മാരീചൻ, അത്ര ന സന്ദേഹ, എനിക്കൊരു സംശയമില്ല, ഇത് പൊന്മാനായി വന്നിരിക്കുന്നത് മാരീചൻ തന്നെയാണ്. ഏവം ഭൃതഃ മൃഗഃ കുത, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള മൃഗം ഒരിക്കലും കാട്ടിലുണ്ടാവില്ല. ഇങ്ങനെ ഈ സ്വർണ്ണ നിറത്തിലുള്ള സ്വർണ്ണ നിറവും വെള്ളിപ്പുള്ളികളും കുളമ്പൊക്കെ രത്നം പതിച്ച് കുളമ്പും കൊമ്പുമൊക്കെ അങ്ങനത്തെ ഒരു മാൻ ശരിക്കും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് സംശയമൊന്നുമില്ല, ഇത് മാരീചൻ തന്നെ വേഷം മാറി വന്നതാണെന്നല്ല എനിക്ക് സംശയമില്ല. അതുകൊണ്ട് സീതയെ നീയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ്, അതായത് നിഷ്കളങ്കയായിട്ടുള്ള സീതയെ നീ രക്ഷിക്കണേ എന്ന് പറഞ്ഞു എന്ന് ആര് മനസ്സിരുത്തി നല്ലോണം. അതായത് ഇത് സാക്ഷാ മൃഗമൊന്നുമല്ല, ഈ മാതിരി ഒരു മൃഗം ഒരു കാട്ടിലും ഇല്ല, ഇവൻ മാരീചൻ തന്നെയാണ്, മാൻവേഷം ധരിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മാനിനെ പിടിക്കാനുള്ള ഉദ്ദേശത്തിൽ പോകണ്ടെന്ന് രാമനോട് ലക്ഷ്മണൻ പറഞ്ഞു എന്നാണ്. എന്താ അറിയോ, അതായത് സീതയെ നോക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ലക്ഷ്മണന് അപ്പം തന്നെ അറിയാം സീതയെ നീ സൂക്ഷിക്കണേ, ഞാനൊന്ന് മാനിനെ പിടിച്ച് കൊണ്ടുവരട്ടെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ എന്താ പറഞ്ഞേ, ഹേ ദേവ, അതാണ് എന്താ അറിയോ, ദേവായ മൃഗരൂപധരക്ക്, അതായത് ഹേ ദേവ ശ്രീരാമൻ, എൻ്റെ സഹോദര, ഇത് സാക്ഷാൽ മൃഗമൊന്നുമല്ല, ഈ മാതിരി ഒരു മൃഗം ഒരു കാട്ടിലും ഇല്ല. ഇവൻ മാരീചൻ എന്നുള്ള രാക്ഷസൻ തന്നെയാണ്, മാനിൻ്റെ വേഷം ധരിച്ച് വന്നിറക്കുകയാണ്, ഇതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് മാനിനെ പിടിക്കാനുള്ള ഉദ്ദേശത്തിൽ പോണ്ടെന്ന് തന്നെ പറഞ്ഞു ഇൻഡയറക്റ്റായിട്ട് ലക്ഷ്മണനെ. ഓഫ് കോഴ്സ് ശ്രീരാമനറിയാം, ശ്രീരാമനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ മായയാണല്ലോ, രണ്ടാളും മായയാണല്ലോ പ്രവർത്തിക്കുന്നത്. ശ്രീരാമൻ മാനുഷ വേഷം തന്നെ ധരിച്ച് വന്നിറക്കുകയാണ്. അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ, എല്ലാം മായ തന്നെയാണ്. എന്നാലും ലക്ഷ്മണൻ ഏട്ടൻ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതോത്രാവഹിത സാധ്വീം രക്ഷ സീതാമനിന്ദിതം ലക്ഷ്മണോ രാമമാഹേദം, ലക്ഷ്മൺ രാമനോടാ പറഞ്ഞതേ,
ദേവായം മൃഗരൂപധൃക്ക് മാരീചോത്ര സന്ദേഹ. മാരീചൻ തന്നെയാണ് എന്ന സംശയമില്ല. ഏവം ഭൂതോ മൃഗക്കുത. എവിടെ അപ്പം ഇങ്ങനെ ഒരു മൃഗം ഉണ്ടാവുക? ഏത് കാട്ടിലുണ്ടാവുക? അപ്പം ശ്രീരാമൻ പറയാണ്, ശ്രീരാമോവാച യതി മാരീച ഏവായം തഥാ ഹന്മി ന സംശയ മൃഗശ്ചേദാനയിഷ്യാമി സീതാവിശ്രാമഹേതവേ ഗമിഷ്യാമി മൃഗം ബദ്ധ്വാ ഹ്യാനയിഷ്യാമി സത്വരഃ ത്വം പ്രയത്നേന സന്ദിഷ്ഠ സീതാ സംരക്ഷണോദ്യതഃ. അയം മാരീചഃ ഏവ യതി. ഇവൻ മാരീചൻ തന്നെയാണെങ്കിൽ ഹന്മി ന സംശയ. അപ്പോൾ ഞാൻ കൊല്ലുന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. മൃഗഹ ചേത്. അല്ല, ശരിക്കുള്ള പൊന്മാനാണെച്ചാൽ സീതാവിശ്രാമഹേതവേ. സീതയ്ക്ക് കളിക്കാനായിക്കൊണ്ട് ആനയിഷ്യാമി ഞാൻ കൊണ്ടുവരാം. ഗമിഷ്യാമി ഞാൻ പോട്ടെ. മൃഗം ബദ്ധ്വ ഈ മാനിനെ ബന്ധിച്ചിട്ട് ഹി നിശ്ചയമായിട്ടും സത്വരം വേഗം ആനയിഷ്യാമി വരാം. ത്വം സീതാ സംരക്ഷണോദ്യത. നീയ സീതാ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കൂ. പ്രയത്നേന സന്ദിഷ്ട. എത്ര വിഷമങ്ങളുണ്ടെങ്കിലും സീതയെ സംരക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ശരി, നീ പറഞ്ഞത് ശരിയാണെന്ന് പിന്നെ കൂട്ടുക. അതായത് ഈ മാരീചൻ മൃഗമായിട്ട് വന്നതാണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ എന്തായാലും കൊല്ലും. ഇനി അല്ല, അത് ശരിക്ക് പൊന്മാനാണെങ്കിൽ ഞാൻ അതിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് സീതയുടെ ആഗ്രഹപ്രകാരം സീതയ്ക്ക് കളിക്കാനായിട്ട് കൊണ്ടു കൊടുക്കും. ഏതായാലും നീയെ വളരെ ജാഗ്രതയോടെ, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏത് സന്ദർഭം വന്നാലും നീ സീതയെ വിട്ടെങ്കിലും പോവരുത്, സീതയെ നീ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ശ്രീരാമനെ അറിയാഞ്ഞിട്ടൊന്നല്ല. ശ്രീരാമൻ ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണനോട് പോലും അങ്ങനെ നടിച്ചു പറയുകയാണ്. എന്താ ഇത്? മാരീചനാണെങ്കിൽ എൻ്റെ കൈകൊണ്ട് അവന് മരണം നിശ്ചയമാണ്. അല്ല, പൊന്മാൻ തന്നെയാണ്, ശരിക്കുള്ള പൊന്മാനാണ് ഞാൻ പിടിച്ചു കൊടുന്ന് സീതയുടെ ആഗ്രഹം സാധിപ്പിക്കട്ടെ. പക്ഷെ നീ സീത എന്തായാലും ഏത് സന്ദർഭത്തിലും കൈവിടാൻ നോക്കണേ എന്ന് പറഞ്ഞു. ശ്രീരാമ ഉവാച യതി മാരീച ഏവായം തഥാ ഹന്മി ന സംശയ മൃഗശ്ചേദാനയിഷ്യാമി സീതാവിശ്രാമഹേതവേ ഗമിഷ്യാമി മൃഗം ബദ്ധ്വാ ഹ്യാനയിഷ്യാമി സത്വരഃ ത്വം പ്രയത്നേന സന്ദിഷ്ഠ സീതാ സംരക്ഷണോദ്യതഃ. നല്ല സൂക്ഷിച്ച് നോക്കണം. ഇനി 5 ശ്ലോകം ഒന്നിച്ചാണ്. ഇത്യുക്ത്വാ പ്രയയൗ രാമോ മായാമൃഗമനുദ്രുത മായാ യദാശ്രയാ ലോകമോഹിനി ജഗദാകൃതി നിർവികാരശ്ചിദാത്മാഭി പൂർണോപി മൃഗമന്വഗാദ് ഭക്താനുകമ്പി ഭഗവാൻ ഇതി സത്യം വചോ ഹരി കർത്തും സീതാപ്രിയാർത്ഥായ ജാനന്നപി മൃഗം യയൗ അന്യഥാ പൂർണ്ണകാമസ്യ രാമസ്യ വിദിതാത്മനഃ മൃഗേണ വാ സ്ത്രിയാ വാപി കിം കാര്യം പരമാത്മനഃ തദ്ദേഹാദുത്ഥിതം തേജഃ സർവലോകസ്യ പശ്യതഃ രാമമേവാവിശദ്ദേവാ വിസ്മയം പരമം യയു. എന്താണ് പറയണത് അറിയൂ ഇതിൽ? അജ്ഞഃ അപി അറിവില്ലാത്തവനും, പിന്നെയോ എന്നാമ ഏതൊരു അവൻ്റെ നാമത്തെ മരണേ സ്മൃത്വ മരണത്തിൽ ഒരറിവുമില്ലെങ്കിലും മരണസമയത്ത് ആ ഏതൊരുവൻ്റെ നാമത്തെ സ്മരിച്ചിട്ട് തൽ സാമ്യം ആപ്നുയാത് അവനിൽ ആ ഈശ്വരനെ പ്രാപിക്കുമോ തം ഹരിം അഗ്രേ പശ്യൻ ആ ഹരിയെ മുമ്പിൽ കാണുന്നവനും തേന ഏവ നിഹത അസുര അവനാൽ തന്നെ നിഹനിക്കപ്പെട്ടവനുമായ അസുരൻ കിമുത പിന്നെ പറയണമോ തദ്ദേഹാത് അവൻ്റെ ദേഹത്തിൽ നിന്ന് ഉത്ഥിതം തേജ പുറപ്പെട്ട തേജസ് സർവലോകസ്യ പശ്യത സർവലോകരും കണ്ടുകൊണ്ടിരിക്കെ രാമം ഏവ ആവിശത് രാമനെ തന്നെ ആവേശിച്ചു. ദേവാഹ പരമം വിസ്മയം യയു ദേവന്മാർ പരമവിസ്മയത്തെ പ്രാപിച്ചു. അയ്യോ തെറ്റി, ഞാൻ പിന്നെ പേജ് മറിച്ചിട്ട് എന്നിട്ട് എന്താ അങ്ങനെ ഇതിൽ പറയണ, കൊന്നിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ശ്രീരാമൻ പോണല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പേജ് മറിച്ചിട്ട് വായിക്കായിരുന്നു.
അതല്ല കേട്ടോ, ഇതി ഉക്ത്വ രാമ മായാമൃഗം അനുദ്രുത. ഇങ്ങനെ പറഞ്ഞിട്ട് രാമൻ മായാമൃഗത്തിൻ്റെ പിന്നാലെ പോയി. യഥാശ്രയ മായ, യാതൊരുവനാകുന്ന ആശ്രയത്തോടു കൂടിയ മായ, അതായത് സീതാദേവി, ലോകമോഹിനി, അതായത് നല്ല ഭംഗി, ലോകത്തിനെ മുഴുവൻ മയക്കുന്ന അവളായ നിർവികാര അഭി പരിപൂർണ അഭിചിതാത്മാ, വികാരമില്ലാത്തവനും പരിപൂർണമാണെങ്കിലും ജ്ഞാനസ്വരൂപൻ മൃഗം അന്വഗാത്, മൃഗത്തിനെ അനുഗമിച്ചു. അതായത് എല്ലാം നടിക്കുകയാണ്. സീത പറഞ്ഞപ്പോൾ ജ്ഞാനസ്വരൂപനാണ്, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. പക്ഷേ ശ്രീരാമൻ രാവണനെയും വധിക്കാനായിട്ടും ദുഷ്ടന്മാരെ വധിക്കാൻ പരമാത്മ ചൈതന്യം തന്നെ, ബ്രഹ്മം തന്നെ രൂപെടുത്ത് വന്നതാണല്ലോ ശ്രീരാമൻ. അപ്പം എല്ലാം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ട വെച്ചാൽ ചെയ്യാണ്. ജ്ഞാനസ്വരൂപനാണെങ്കിലും ഈ മൃഗത്തിനെ അനുഗമിച്ചു ഭഗവാൻ ഹരിഹി. കാരണം ഭക്താനുകമ്പി ഇതി വചഹ, അതായത് സത്യം കർത്തും ഭഗവാൻ ഹരിഭക്തന്മാരിൽ അനുകമ്പയുള്ളവനാണെന്നുള്ള ആ സത്യത്തിനെ സത്യമാക്കി തീർക്കാൻ, ആ യാഥാർത്ഥ്യത്തിനെ സത്യമാക്കി തീർക്കാൻ വേണ്ടി ജാനൻ അഭി, എല്ലാം അറിഞ്ഞിട്ടും സീതാപ്രിയാർത്ഥായ, സീതയുടെ ആഗ്രഹത്തിനെ സാധിപ്പിക്കാൻ എന്ന വ്യാജേന മൃഗം യയൗ, മൃഗത്തെ യാനം ചെയ്തു. അന്യഥ, അങ്ങനെയല്ലെങ്കിൽ പൂർണ്ണകാമസ്യ വിദിതാത്മന രാമസ്യ, പൂർണ്ണകാമനും, അതായത് ഒന്നും ഭഗവാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണനല്ലേ, അങ്ങനെ ആത്മാവിനെ തന്നെ അറിഞ്ഞവനുമായിട്ടുള്ള രാമന് മൃഗേണ വാ സ്ത്രീയ വാ കിം കാര്യം, എന്താ ഒരു മൃഗത്തെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആഗ്രഹം സാധിപ്പിച്ചിട്ടോ എന്താ കാര്യം? കാരണം രാമൻ എല്ലാറ്റിനും അതീതനല്ലേ. അതായത് ഇങ്ങനെ ലക്ഷ്മണനോട് ഞാൻ പോവുകയാണ്, സീതയെ നോക്കണം എന്ന് പറഞ്ഞിട്ട് രാമൻ ഈ മായാമൃഗത്തിനെ പിന്തുടർന്ന് പോയി. മായനെ ഏതൊരുവനെ ആശ്രയിച്ചിട്ട് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടു, എന്നിട്ട് ഈ ഏത് മായയാണ് ജനങ്ങളെയൊക്കെ നമ്മളെയൊക്കെ മോഹിപ്പിക്കണത്? ആ മായയ്ക്ക് ആശ്രയം ആരാ? ഈ ഭഗവാൻ അല്ലേ. മായയ്ക്ക് നമ്മളെ മുഴുവൻ മോഹിപ്പിച്ച് ഇട്ട് ഈ സംസാര ദുഃഖത്തിലിട്ട് വലയ്ക്കുന്ന ഈ മായ ആരെ ആശ്രയിച്ചിട്ടാണ്? ഭഗവാനെ. അതാണ് പറഞ്ഞത്. ഏതൊരുവനെ ആശ്രയിച്ചിട്ട് ഈ ലോകം തന്നെയായിട്ട് പരിണമിച്ച ഈ ജനങ്ങളെ മോഹിപ്പിക്കുന്നുവോ, ആ ഏതൊരാളെ ആശ്രയിച്ചിരിക്കുന്ന ഈ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ പരിപൂർണനാണ്, നിർവികാരനാണ്. എന്തിനാണ് ആ മായാമൃഗത്തിൻ്റെ പിന്നാലെ പോയേ ചോദിച്ചാൽ, ഭഗവാൻ ശ്രീഹരി ഭക്തന്മാരിൽ അങ്ങേയറ്റം വാത്സല്യവും ദയയും ഉള്ളവനാണെന്ന് ഭക്തന്മാർ പറയില്ലേ. ആ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പോയത്. രാവണൻ്റെ കൈകൊണ്ട് മരണം സംഭവിച്ചാൽ നരകമാണ് ഫലം എന്നറിയാം മാരീചന്. എന്നാൽ രാമൻ്റെ കൈകൊണ്ട് മരണം ലഭിച്ചാൽ മോക്ഷം കിട്ടുന്നും മാരീചൻ അറിയാം. അതുകൊണ്ടാണ് മാരീചൻ വന്നതവിടെ. അപ്പം മാരീചൻ്റെ ഭക്തിയെ ബഹുമാനിക്കണമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ മായാമൃഗാന്ന് അറിഞ്ഞുകൊണ്ട് പോണ്ട. അപ്പം എന്താ ശ്രീരാമൻ പറഞ്ഞ വെച്ചാൽ, വലിയ ഭക്തവത്സലനാണ് ശ്രീരാമൻ. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ അത്ര ഔത്സുക്യമുള്ള ആളാണ്. അപ്പോൾ രാവണൻ്റെ കൈകൊണ്ട് മരണം വേണ്ട, എന്നാൽ എനിക്ക് നരകമാണ് ഫലം എന്ന് അറിഞ്ഞുകൊണ്ട് ശ്രീരാമൻ്റെ കൈകൊണ്ട് മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആണ് ഇപ്പം മായാമൃഗമായിട്ട് വന്നിരിക്കുന്നത് മാരീചനെ. അപ്പം ആ ഭക്തനാണ് മാരീചൻ. ഭയഭക്തിയാണ് ശരിക്കും, വിദ്വേഷഭക്തിയും കൂടിയല്ല. ഭയം കൊണ്ട് എത്രയോ കാലമായിട്ട് ശ്രീരാമനെ മാത്രമേ സ്മരിക്കുള്ളൂ നമ്മൾ കണ്ടുല്ലോ. ആ അങ്ങനെയുള്ള ഭക്തനായിട്ടുള്ള മാരീചൻ്റെ ആഗ്രഹം സഫലമാക്കണമെന്ന് തീർച്ചയാക്കിയിട്ടാണ്. അത് മാത്രമല്ല, മുമ്പ് ഭക്തന്മാരായിട്ടുള്ള ജയവിജയന്മാരിൽ ഒരുവനാണല്ലോ രാവണൻ. രാവണനെയും കൊല്ലണം, അപ്പോൾ സീതാപഹരണം നടക്കണം. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് അതിനെയും സാധിപ്പിക്കണം. ഇങ്ങനെ ജയവിജയന്മാരും ഭക്തന്മാരാണല്ലോ, ആയിരുന്നല്ലോ വൈകുണ്ഠത്തിൽ. അപ്പം ഇപ്പം അങ്ങനെ വിദ്വേഷഭക്തിയോട് കൂടിയാണ് ഭജിക്കണമെങ്കിൽ പോലും ഈ ജയവിജയന്മാരുടെ ഭക്തിയും മാരീചൻ്റെ ഭക്തിയും സഫലമാക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആ കാരുണ്യം കൊണ്ട് മാത്രമാണ് നിർവികാരനും പരിപൂർണനുമായിട്ടുള്ള ഈ പരമാത്മാവ്
സീതയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ ആ മായാമൃഗത്തിലെ മാരീചനാണെന്ന് അറിഞ്ഞിട്ടും കൂടി അതിനെ പിന്നാലെ പോയത്. അങ്ങനെ അല്ലെങ്കിൽ ഈ പൂർണ്ണകാമനും ആത്മാരാമനും ആയിട്ടുള്ള ഈ ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഒരു മൃഗത്തിനെ കൊണ്ടോ ഒരു സ്ത്രീയെ കൊണ്ടോ എന്താ ആവശ്യമുള്ളത്? യാതൊന്നുമില്ല. ഭഗവാൻ ഇതെല്ലാം ഭക്തവാത്സല്യം കൊണ്ട് ചെയ്തതാണെന്ന് വരുത്തുകയാണ്. അപ്പോൾ ഇതിൽ അതാണ് വ്യാസഭഗവാൻ പറയണത്. അല്ലെങ്കിൽ ഇപ്പോൾ മാരീചനാണ് ഈ പൊന്മാനായതെന്നൊക്കെ ലക്ഷ്മണനെ അറിയാം, ഭഗവാനെ അറിയാണ്ടിരിക്കുമോ? അതുകൊണ്ടല്ല, മാരീചൻ ശരിക്ക് ശരണാഗതി അടഞ്ഞിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ രാവണൻ്റെ കൈകൊണ്ട് മരിക്കണം. ഇപ്പോൾ കൊല്ലുന്നു പറഞ്ഞുവല്ലോ, രാവണൻ്റെ കൈകൊണ്ട് മരിച്ചിട്ട് എത്രയോ ജന്മങ്ങൾ ഇനിയും വേണ്ടിയും ഈ സംസാരത്തിൽ കടന്ന് തിരിയണം. നേരെ തിരിച്ച് ഇപ്പം രാവണൻ പറഞ്ഞത് കേട്ടാൽ ഭഗവാന്റെ കൈകൊണ്ട് മരണം, പിന്നെ ഈ പുനരഭി ജനനം പുനരഭി മരണം വേണ്ട, ഭഗവാനിൽ അങ്ങോട്ട് മുക്തി അടയാം. അത്ര കാലമായിട്ട് ഭഗവാനെ തന്നെ സ്മരിച്ചിരിക്കുകയായിരുന്നു അതിനും. അപ്പം പിന്നെ മാരീചനെ രക്ഷിക്കേണ്ട ഭഗവാന് വയ്യ, രക്ഷിക്കാതെ വയ്യ. അതേപോലെ തന്നെയാണ് രാവണന് ഒരു അവസരം കൊടുക്കണം സീതയെ അപഹരിക്കാൻ. എന്നിട്ട് രാവണനെയും കൊല്ലണം കാണണം. പണ്ട് തൻ്റെ ആശ്രിതന്മാരായിട്ടുള്ള ജയവിജയന്മാരല്ലേ, ഭക്തന്മാരല്ലേ. അങ്ങനെ ഈ രണ്ട് ഭക്തന്മാരെയും രക്ഷിക്കാനുള്ള കാരുണ്യം കൊണ്ടാണ്, ഔത്സുക്യം കൊണ്ടും അവരോടുള്ള വാത്സല്യം കൊണ്ടുമാണ് ഈ മായാമൃഗത്തിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നാലെ പോയത്. അല്ലെങ്കിൽ ഭഗവാന് നിർവികാരനും പരിപൂർണമായിട്ടുള്ള ഈ ശ്രീരാമചന്ദ്ര ഭഗവാന് ഒരു മാനിനെ കൊണ്ട് എന്താ കാര്യം? സീത മായാസീതയാണ്, ഒരു സ്ത്രീയെ കൊണ്ട് എന്ത് കാര്യം? എല്ലാം ഭഗവാൻ ഭക്തവാത്സല്യം കൊണ്ട് ചെയ്തതാണ് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ആ 5 അപ്പം കഴിഞ്ഞ 5 ഒന്നും കൂടി വായിക്കാം. ശ്രീരാമൻ പറഞ്ഞത്. ഇത്യുക്ത്വാ പ്രയയൗ രാമോ മായാമൃഗമനുദ്രുത മായാ യദാശ്രയാ ലോകമോഹിനി ജഗദാകൃതി നിർവികാരസ്ഥിതാത്മാഭി പൂർണ്ണോഭി മൃഗമന്വഗാത് ഭക്താനുകമ്പി. ഭക്തന്മാരോടുള്ള അനുകമ്പ കൊണ്ടാണ്. ഭഗവാനിധി സത്യം വചോ ഹരി കർത്തും സീതാപ്രിയാർത്ഥായ ജാനന്നഭി മൃഗം യയൗ അന്യഥാ പൂർണ്ണകാമസ്യ, പൂർണ്ണകാമനല്ലേ, രാമസ്യ വിദിതാത്മനഃ മൃഗേണ വാ സ്ത്രീയാ വാപി കിം കാര്യം പരമാത്മനഃ. എന്ത് കാര്യം ഇവരെ കൊണ്ടൊക്കെ അല്ലേ. ഇനി ഒരു 2 ശ്ലോകം കൂടിയും ചെയ്യാം നമുക്ക്. ദൃശ്യതേച്ച 16ഉം 17ഉം. ദൃശ്യതേച്ച തതോ ദൂരാദേവം രാമമപാഹരത് തതോ രാമോപി വിജ്ഞായ രാക്ഷസോയമിതി സ്ഫുടം വിവ്യാധ ശരമാദായ രാക്ഷസം മൃഗരൂപിണം പപാത രുധിരാക്താസ്യോ മാരീച പൂർവരൂപധൃക്. അമ്പെയ്തു മാരീചൻ മാൻരൂപം വെടിഞ്ഞ് രാക്ഷസനായി. അങ്ങനെയാണല്ലോ സാധാരണ. പൂതനയൊക്കെ അതേലോ വേദനിച്ചപ്പോൾ രാക്ഷസേനിയായി. നല്ല ഭംഗിയുള്ള സ്ത്രീയായി വന്നതല്ലേ. പാല് കുടിച്ച് വേദനിപ്പിച്ചപ്പോൾ രാക്ഷസിയായില്ല. അങ്ങനെ എല്ലാ രാക്ഷസന്മാരും അങ്ങനെയാണ്. രൂപം മാറിയാലും അവരെ ആക്രമിച്ച് അവർ സ്വരൂപം കൈക്കൊള്ളും. അപ്പോൾ ഇതിലും അങ്ങനെയാണ്. കഥാചിത് അഭ്യാസ ദൃശ്യത. ഒരിക്കൽ എങ്ങനെ ഈ മാന് കളിപ്പിക്കുകയാണ് ശ്രീരാമനെ ആ കലയ്ക്ക് കൊണ്ടുപോകാനേ. ഒരിക്കൽ അടുത്തിങ്ങനെ കാണും. ക്ഷണം ധാവതി ലീയത. എന്നിട്ട് പിന്നെ വേഗം ഓടും, എന്നിട്ട് ഒളിക്കും. തതഹ ദൂരാദൃശ്യത. പിന്നെ കുറേ അകലെ കാണും. ഏവം രാമം അപാഹരതി. ഇപ്രകാരം രാമനെ ആകർഷിച്ചിട്ട് തതഹ രാമാഭി. അനന്തരം രാമനും അയം രാക്ഷസ ഇതി സ്ഫുടം വിജ്ഞായ. ഇവൻ രാക്ഷസനാണെന്ന് നല്ലോണം അറിഞ്ഞുകൊണ്ട് തന്നെ ശരം ആദായ. സംശയമില്ല മാരീചനാന്ന് പറഞ്ഞിട്ട് ശര അയച്ചു. ആ ബാണത്തെ അയച്ചു. മൃഗരൂപിണം രാക്ഷസം വിവ്യാധ. ആ മൃഗരൂപിയായിട്ടുള്ള രാക്ഷസനെ കൊന്നു. മീൻസ് അല്ലെങ്കിൽ തുളച്ചു പോയി ആ അമ്പ മേലെ. ഈ മാനായി നിന്ന ഈ മാരീചൻ്റെ മേലിലേക്ക് അമ്പ അയച്ചപ്പോൾ അതിൻ്റെ ദേഹം കണ്ട് പിളർന്നു. മാരീച പൂർവ്വരൂപധൃക് രുധിരാക്താസ്യ പപാത. മാരീചൻ ശരിക്കും രാക്ഷസരൂപം തന്നെ ധരിച്ച് രക്തത്തിൽ കുളിച്ച് മുഖത്തോടു കൂടിയവനായിട്ട് വീണു. അതായത് കുറേ കളിപ്പിക്കാൻ നോക്കി ഈ ശ്രീരാമനെ ആശ്രമത്തിൽ നിന്ന് അകറ്റാനായിട്ട്. ഒരിക്കൽ അടുത്തിങ്ങനെ കാണും, അത് കഴിഞ്ഞ് അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഓടി ഒളിക്കും, പിന്നെ ദൂരത്ത് കാണും. അങ്ങനെ കുറേ നേരം ആകർഷിച്ച് കൊണ്ടുപോയി ശ്രീരാമനെ കേട്ടോ.
അതിനുശേഷം രാമൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ശ്രീരാമൻ ഇത് മാനൊന്നുമല്ല, മാരീചൻ എന്നുള്ള രാക്ഷസൻ തന്നെയാണെന്ന് നല്ലോണം അറിഞ്ഞുകൊണ്ട് തന്നെ ശരമെടുത്ത് അതിനെ അമ്പെയ്തു. അപ്പോൾ മാരീചൻ രാക്ഷസാകൃതിനെ സ്വീകരിച്ച് രക്തം ഒലിച്ചും കൊണ്ട് ഭൂമിയിൽ വീണു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം ഇന്ന്. ദൃശ്യത്തെ ച തതോ ദൂരാദേവം രാമമപാഹരത് തതോ രാമോപി വിജ്ഞായ രാക്ഷസോയമിതി സ്ഫുടം വിവ്യാധ ശരമാദായ രാക്ഷസം മൃഗരൂപിണം പപാത രുധിരാക്താസ്യോ മാരീച പൂർവരൂപധൃക്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.